പ്രിയപ്പെട്ടവരെ, ഞാൻ ജോഷി പനമ്പയിൽ, തൃശ്ശൂർ. ഇന്ന് സേവ്യർ സാറ് ഷെയർ ചെയ്ത MMEU CITU കണ്ണൂർ ഡിസ്ട്രിക്ട് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റായി മനോജ് വെള്ളൂർ സാറിനെ തിരഞ്ഞെടുത്ത കാര്യം കണ്ടു. വളരെയധികം സന്തോഷം, അഭിനന്ദനങ്ങൾ. നമ്മൾ ഓരോ വർക്ക് ചെയ്യുന്ന, ഈ ബയോട്ടോറിയത്തിൽ വർക്ക് ചെയ്യുന്ന ഏത് കമ്പനി ആയിക്കോട്ടെ, ഈ ബയോട്ടോറിയം അല്ലാതെ ഏത് കേരളത്തിലായാലും പുറത്തായാലും ഏത് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളായാലും ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഒരു യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കണം. അത് നിർബന്ധമായി എടുത്തിരിക്കണം എന്നതാണ്. കാരണം നമുക്കിതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് നമ്മളിതിൻ്റെ അണിയറയിൽ ഓരോ സമയത്തും പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. നമ്മൾ അതിൻ്റെ കാരണങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്. കാരണം ഇവിടെ സംഘടിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസങ്ങളോ കാര്യങ്ങളോ വരുന്ന സമയത്ത് അപ്പോൾ നമ്മളൊരു യൂണിയൻ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ അത് സാധിക്കില്ല. കാരണം യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്താൽ ശക്തിയാണ്, നമ്മൾ ഭരിക്കുന്ന പാർട്ടിയാണ്. ഇവിടെ സ്ട്രോങ് MMEU CITU വളരെ സ്ട്രോങ് ആണ് കേരളത്തിൽ. പുറത്ത് BMS യൂണിയൻ വളരെ സ്ട്രോങ് ആണ്. AITC യൂണിയനും കേരളത്തിൽ നന്നായി ഉണ്ട്. മറ്റുള്ള ഏത് യൂണിയനിലായാലും നമ്മൾ മെമ്പർഷിപ്പ് എടുത്തിരിക്കണം. കാരണം നമ്മളതിലെ നമ്മുടെ ശക്തി എന്ന് പറയുന്നത് ഓരോ സമയത്തും ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത ആളുകളും അതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കാതെയും ഉണ്ടാകുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് അതിൻ്റെ വിഷമതകൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ലീഗൽ സംവിധാനം വളരെ കറക്റ്റാണ്. ഇന്ത്യൻ ഗവൺമെൻറ്റും നമ്മളുടെ കേരള ഗവൺമെൻറ്റും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റുള്ള എല്ലാ കാര്യങ്ങളും ലീഗാലിറ്റികളും കറക്റ്റാണ്. നമ്മുടെ കമ്പനി ടാക്സ് കാര്യങ്ങൾ അടിക്കുന്നതിൽ മുംബൈയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്ന കാര്യം നമ്മുടെ MD നമ്മളോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നു. കമ്പനിയെ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ ഈ ബയോട്ടോറിയം കേരള ടീമിനെ സപ്പോർട്ട് ചെയ്യാനും നമുക്കൊരു യൂണിയൻ നിർബന്ധമായും ചെയ്തേ പറ്റൂ. കാരണം അവിടെ നമ്മളിതിൻ്റെ പണ്ട് കാലത്തുള്ള വിഷമതകൾ അനുഭവിച്ചു വന്ന ആൾക്കാരാണ്. അതിനുവേണ്ടി സെക്രട്ടേറിയറ്റിൽ സമരം ചെയ്ത ആൾക്കാരാണ്. അതിനെ അതിജീവിച്ചു വന്ന് അതിൻ്റെയൊക്കെ പരിണത ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഇനിയും നമുക്ക് തെറ്റായ വഴികളിലൂടെ പോകാൻ പോലീസ് രാജ് ഉണ്ടാകാൻ വഴിയുണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് വളരെ കൃത്യമായ സംഘടനാ ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് അതിജീവിക്കാൻ പറ്റും. ഓരോ ചെറിയ ചെറിയ ഇഷ്യൂകൾ നമുക്ക് ഉണ്ടാക്കാനും നമ്മൾ വളർന്നു കഴിയുമ്പോൾ നമ്മളെ എതിരെ ഉണ്ടാക്കാനും മറ്റുള്ള കമ്പനികൾക്ക് വളരെ നിഷ്പ്രയാസം സാധിക്കും. അതിൽ നിന്ന് നമുക്ക് വളരെ രീതിയിൽ ചിലപ്പോൾ നമുക്ക് അതിജീവിക്കാൻ സംഘടനാ ശക്തിയുടെ ആവശ്യം വേണ്ടി വരും. ആ സമയത്ത് നമുക്ക് യൂണിയനിൽ പോയി ചേർന്ന് പ്രവർത്തിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. നമ്മൾ ഏതെങ്കിലും ഒരു യൂണിയനിൽ അംഗം ആവണം. ഇപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ പ്രവർത്തിക്കുന്നത് DWS BMS യൂണിയൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന രീതിയിലാണ്. അതിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ്, ബയോട്ടോറിയം കമ്പനിയുടെ സംസ്ഥാന പ്രസിഡൻ്റായി BMS യൂണിയൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ LP ജയചന്ദ്രൻ ചേട്ടനെയാണ്. സംസ്ഥാന വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുന്നത് റെജി സാറിനെയാണ്. നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് നമ്മളുടെ സാബു VC. അങ്ങനെയാണ് നമ്മൾ ധാരണയായിരിക്കുന്നത്. അതിൻ്റെ കൺവെൻഷൻ കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ LP ചേട്ടൻ്റെ നേതൃത്വത്തിൽ, വളരെ സ്ട്രോങ് ആയ പാരമ്പര്യമുള്ള LP ചേട്ടൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ BMS യൂണിയൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ BMS യൂണിയനിൽ ചേരാൻ താല്പര്യമുള്ള എല്ലാവർക്കും അതിൽ അംഗത്വം എടുക്കാം. അതിന് 300 രൂപയാണ് ആദ്യത്തെ ഫീ. അതിനൊരു ഫോട്ടോയും അവരെ കുറച്ച് ഡീറ്റെയിൽസും ഉണ്ട്. ആ ഡീറ്റെയിൽസും അയച്ചു തരികയാണെങ്കിൽ അവർക്ക് മെമ്പർഷിപ്പ് കിട്ടും. പിന്നെ അത് വർഷം തോറും റിന്യൂ ചെയ്യേണ്ട കാര്യമുള്ളൂ. 120 രൂപയാണ് ഒരു വർഷം റിന്യൂ ചെയ്യാൻ വേണ്ടു. അപ്പോൾ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംസ്ഥാന കൺവെൻഷനും BMS യൂണിയൻ്റെ കൺവെൻഷനും ഒക്കെ ഇപ്പോൾ നടക്കാൻ പോവുകയാണ് ആഗസ്റ്റിൽ, ഫസ്റ്റ് വീക്കിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ അറിയിച്ചിരുന്നു. അപ്പോൾ മെമ്പർഷിപ്പ് മാക്സിമം ക്യാമ്പയിൻ ചെയ്ത് ഓരോ ജില്ലകളിലും നമുക്ക് ആൾക്കാരെ ആവശ്യമുണ്ട്.
നമ്മളോട് ഇണങ്ങി നിൽക്കുന്ന ആളുകൾക്ക് ഇതിലോട് കടന്നു വരാം. നമ്മളുടെ നെൽപ്പിച്ചേട്ടനാണ് നമ്മുടെ നേതാവായി നിൽക്കുന്നത് BMC യൂണിയൻ്റെ. അപ്പോൾ അദ്ദേഹത്തിന് സംഘടനാ പാരമ്പര്യവും വളരെ ചിട്ടയായിട്ടുള്ള ഈ സംഘത്തിൻ്റെയും അതുപോലെ പാർട്ടിയുടെ കഴിവുകളുണ്ട്. അദ്ദേഹത്തിന് എല്ലാവരും അറിയും. അതുതന്നെ നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. അപ്പോൾ നമുക്ക് ആളുടെയും ഏൽപ്പിച്ചേട്ടൻ്റെയും രജി ചേട്ടൻ്റെയും ഒക്കെ സാന്നിധ്യം വലിയൊരു ഗുണം ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കേരളത്തിൽ മുഴുവൻ അറിയുന്ന ആളുകളാവുമ്പോൾ നമുക്ക് തീർച്ചയായും നമുക്ക് ഈവേട്ടോറിയത്തിൻ്റെ ആത്യന്തികമായി ഈവേട്ടോറിയത്തിൻ്റെ ശക്തി, ഈവേട്ടോറിയം നമുക്ക് ഇതിലൂടെ ഒരു 10 കൊല്ലം നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ 5 കൊല്ലം കഴിയുന്ന സമയത്ത്, നമ്മുടെ മക്കൾ സമയത്ത് നമ്മൾ എവിടെ നിന്നൊക്കെയാണ് നമ്മളിതിൽ ചിലപ്പോൾ സ്വന്തം ജെറ്റിലായിരിക്കും, സ്വന്തം ഫ്ലൈറ്റിലായിരിക്കും വരുന്നുണ്ടാവുക. അതിന് നമുക്ക് ഈവേട്ടോറിയം കമ്പനി ഇതേപോലെ സപ്പോർട്ട് ചെയ്യുന്ന MD, ഇതേപോലത്തെ സിസ്റ്റം, പ്ലാൻ, ലീഡേഴ്സ്, സേവ്യർ സാറിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയിൽ ചെന്നാൽ സേവ്യർ സാർ എന്നാണ് പറയുക. MD സേവ്യർ സാർ എന്ന് പ്രത്യേകം നമ്മളോട് പ്രതിപാദിച്ചു. ഞാൻ പേഴ്സണലായി സംസാരിച്ച സമയത്തും സേവ്യർ സാറിനെ കുറിച്ച് MD പറഞ്ഞു. നമുക്കിങ്ങനെ ഒരു നേതാവിനെ കിട്ടി. നമുക്ക് സുധീർ സാറിനെ പോലെയും റാഫി സാറിനെ പോലെയും മനോജ് സാറിനെ പോലെയും ഇപ്പോൾ നമ്മളുടെ 1 crore അച്ചീവ് ആയിട്ടുള്ള എല്ലാവരെയും പോലെയും ശക്തിമാനായ JP പോലെയും RK പോലെയൊക്കെയുള്ള ലീഡേഴ്സ്, LP സാറിനെ, രജി സാറിനെ പോലത്തെ ലീഡേഴ്സ്, നമുക്ക് നിരവധി ലീഡേഴ്സ് നമുക്കുണ്ട്. ഇവരെല്ലാം ഏത് യൂണിയനിൽ വർക്ക് ചെയ്താലും നമ്മൾ ശക്തിയായി നമ്മൾ ഒരു മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് അതിൻ്റെ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കണം. കാരണം നമുക്ക് അടുത്ത കുറച്ച് കാലങ്ങൾക്ക് ഈവേട്ടോറിയത്തിന് ഒരു കാര്യങ്ങൾക്കും എന്ത് കാര്യങ്ങളുണ്ടായാലും സപ്പോർട്ടിങ്ങിന് നമ്മളുടെ യൂണിയൻ ഉണ്ടാകും. അതിനുവേണ്ടി ജോയിൻ ചെയ്യുന്ന എല്ലാവരും ഉടൻ തന്നെ ലീഡേഴ്സ് അതിൻ്റെ ഒപ്പം തന്നെ ഏതെങ്കിലും ഒരു യൂണിയനിലും കൂടി അവരെ മെമ്പർഷിപ്പ് ആക്കിക്കൊണ്ട് വേണം ചെയ്യാമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. DWS BMC യൂണിയൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസിൻ്റെ ഒപ്പം ഇടുന്നുണ്ട്. അതിൽ വരാൻ താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. LP സാറിന്, രജി സാറിനും സാബു സാറിനും ജോഷി പനമ്പിയിൽ തുടങ്ങിയ എല്ലാവർക്കും, ഇതിൻ്റെ ഭാരവാഹികളെ തിരഞ്ഞെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നമുക്ക് ഈ കേരളത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും സാമ്പത്തികമായും ആരോഗ്യപരമായുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് വർക്ക് ചെയ്യാം. ഒത്തൊരുമിച്ച് നമുക്ക് കേരളത്തിൽ പുറത്തുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ BMC യൂണിയന് കൂടുതൽ സാന്നിധ്യമുണ്ട്. അവിടെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അവിടെ പോയി നിന്ന് ചെയ്യാം എന്നുള്ളതൊക്കെ വളരെയധികം വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരു യൂണിയൻ, നമ്മളുടെ ഒരു സംസ്ഥാന കൺവെൻഷൻ കാര്യങ്ങളൊക്കെ LP ചേട്ടൻ അറിയിക്കും. അപ്പോൾ അതിന് ഭാഗമായിട്ട് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഡീറ്റെയിൽസ് ഇതിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു യൂണിയനിൽ എല്ലാവരും നിർബന്ധമായി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സന്തോഷം. ഓക്കെ.